ഹലോ അസ്സലാമു അലൈക്കും. റമദാൻ മുബാരക്. എല്ലാവരും നോമ്പും നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ. ഇഫ്താർ വ്ളോഗല്ല, ഇഫ്താർ വ്ളോഗ്സ് ഇടാൻ വേണ്ടിയിട്ട് കുറേ പേരായി പറയുന്നത്. അത് നമുക്ക് നാളെ മുതൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയേ. ഇന്നിപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോസ് ഞാൻ കുറച്ച് മുന്നേ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെ വന്ന് സെറ്റിലാവുന്ന ആ ഒരു സമയമെടുത്ത്, അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. IPL കണ്ടുകൊണ്ട് റിവാർഡ്സ് ഏൺ ചെയ്യാൻ പറ്റും. lotus365.in നിങ്ങളെ ഒപ്പീനിയൻസ് രേഖപ്പെടുത്തുക. ഇതിൽ ക്രിക്കറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 50-ൽ പരം ചോദ്യങ്ങളുണ്ടാവും. അതിനൊക്കെ ആൻസർ കൊടുക്കുക. പിന്നെ lotus365.in രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 365 രൂപ ഇവർ ഫ്രീ ആയിട്ട് തരുന്നതാണ്. ഇതിൽ 24 hours കസ്റ്റമർ സർവീസ് ഉണ്ട്. പിന്നെ ക്രിക്കറ്റ് കൂടാതെ 200-ൽ പരം ഗെയിംസും ഇതിൽ അവൈലബിൾ ആണ്. അതിലൊക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസസും അവർ തരുന്നുണ്ട്. പിന്നെ 10 മില്യണിലധികം യൂസേഴ്സ് ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് വരുന്നത് നവാസുദ്ദീൻ സിദ്ദീഖ്, ഉർവശി റോട്ടേല, സുനിൽ ഷെട്ടി, പിന്നെ നേഹ ശർമ്മ, കാജൽ അഗർവാൾ, ഇവരൊക്കെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെക്ക്. നോഹ ആയതിനു ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു ട്രിപ്പ് പോണത്. അപ്പം എന്തൊക്കെ പാക്ക് ചെയ്യണമെന്നും ഒന്നും അറിയില്ലേനോ. പ്രത്യേകിച്ച് ഫ്ലൈറ്റിൽ കയറുമ്പം കുട്ടിക്കൊക്കെ ഇടങ്ങേറുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടീനോ. അങ്ങനെ ഞാൻ എൻ്റെ കസിൻസിനോടൊക്കെ ചോദിച്ചിട്ട് ഓരെല്ലാം പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇപ്പം പാക്ക് ചെയ്യണത്. അപ്പം ഇത് നോയിൻ്റെ ഡയപ്പർ ബാഗ് പാക്ക് ചെയ്യാണ്. അതിലെന്തൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടേനി. പക്ഷേ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വേറെ വീഡിയോ ഇൻഷാല്ലാ പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരണ്ട്. അപ്പം ഞാനിങ്ങനെ ഓൻ്റെ 2 പെയർ ഡ്രസ്സ് ഇതേപോലെ വെക്കലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡയപ്പറും പിന്നെ ഒരു ടവലും അതുപോലെ തന്നെ അതിലേക്ക് മാച്ചായിട്ടുള്ള സോക്സും ഒക്കെ വെക്കലുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഫുഡാണ്. ഹെയിൻസിൻ്റെതാണ്. ഒരു പ്യൂരി ടൈപ്പാണ് കേട്ടോ. ഇത് ആപ്പിൾ ആൻഡ് യോഗർട്ട് എന്ന് പറഞ്ഞിട്ട് സെയിം തന്നെ, പക്ഷേ വേറെ ഫ്ലേവറിലായിട്ട്. ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഒരെണ്ണത്തിന് തന്നെ 300 സംതിങ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ പിന്നെ ഇനി ഓന് കഴിക്കോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് 2 മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ നമുക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറുക്കാക്കാനുള്ള പൊടികൾ മാമ പാപ്പ ജെ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, ഓരോരുത്തു നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ന്യൂട്രിമിക്സ് ഉണ്ട്, പിന്നെ നട്ട്സ് പൗഡർ, പിന്നെ രാഗിൻ്റെ പൊടി, അതേപോലെ ബനാന നവര പൊടി, അതെല്ലാമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ പാക്കറ്റായിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമുക്ക് വെയിറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. എല്ലാ പൊടിയും എടുക്കണമെന്നുണ്ടേനി. അപ്പം ഒക്കെ അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ കുറച്ച് കുറച്ചായിട്ടാണ് എടുത്തിട്ടുള്ളത്. നട്ട്സ് പൗഡർ മാത്രം ഞാൻ ആ ഒരു ബോക്സ് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ടേനി. പിന്നെ ഈ രാഗിൻ്റെ ഇതും ഞാൻ ഫുള്ളായിട്ട് എടുത്തേനു കേട്ടോ. കാരണം എനിക്ക് രാഗി അത്യാവശ്യം ഇഷ്ടമുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഞാനിതാ ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് മറ്റതെല്ലാം ഞാൻ നല്ലോണം എയർ ടൈറ്റ് ആയിട്ട് അവിടെ തന്നെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്തത്. ഈ വീഡിയോസൊക്കെ ഞാൻ പോകുന്ന ദിവസം തലേന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അന്ന് തന്നെ ഫുള്ള് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇത് നോയിനി ഫ്ലൈറ്റിൽ നിന്ന് വിശക്കുകയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീരിയലാണ്. അത് കുറച്ച് പൗഡർ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ചുടുവെള്ളം മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഇത് ഇത്തിരി മധുരമുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിച്ചോളൂ എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതാ നമുക്ക് വീണ്ടും കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. പിന്നെ കുറേ പേരായിട്ട് ചോദിച്ചിരുന്നു, നിങ്ങൾ നോമ്പിനാണോ ട്രിപ്പ് പോകാൻ നിൽക്കണേന്ന്. നോമ്പിനല്ല, നോമ്പിൻ്റെ ഒരാഴ്ച മുന്നേ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിനി. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇവിടുത്തെ നെറ്റ് കണക്ഷനും അതുപോലെ സെറ്റിലാവാൻ കുറച്ച് സമയം എടുത്ത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റായി പോയത്. പിന്നെ ഇതാ ഇനി പാക്കിംഗ് ആണ് കേട്ടോ. അപ്പം എൻ്റെ മുത്താപ്പയും മുത്തമ്മയൊക്കെ വന്നിട്ടുണ്ടായിനി. ഞാൻ ഐഷു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നടക്കുകയാണ്. നമ്മൾ പോവാണെന്ന് പറഞ്ഞപ്പം ഒക്കെ വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ പറയുന്നുണ്ടായിനി നോയിനെ കൊണ്ടുപോകണ്ട, മേമി പോയിക്കോന്നൊക്കെ. പിന്നെ ഇതാ ഇത് പെട്ടി കെട്ടാൻ വേണ്ടിയിട്ട് അനിൻ്റെ ഫ്രണ്ട്സും എൻ്റെ കസിൻസൊക്കെ ആണ് കേട്ടോ. ഓരെല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിനി. അങ്ങനെ ഓരാണ് ഫുൾ പെട്ടി പാക്ക് ചെയ്ത് റെഡിയാക്കി തന്നത്. അങ്ങനെ ഒരു പോകുമ്പോൾ തന്നെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിനി. നമ്മൾ ഫ്ലൈറ്റ് വരുന്നത് അടുത്ത ദിവസം രാവിലെ 7:30 കേട്ടോ. അപ്പോൾ 7:30 ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങണം, ഒരു 3 മണിക്കൂർ മുന്നേ ഇറങ്ങണമല്ലോ. അങ്ങനെ ഞങ്ങൾ 4 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നല്ല ഉറക്കത്തിലേനു. ഓനെ പിന്നെ ഞാൻ ചേഞ്ച് ചെയ്യാൻ നിന്നില്ല, കാരണം ഇനി ഉറക്കം ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ ആളെ മൂഡ് മാറും. അപ്പോൾ അതുകൊണ്ട് ഓനെ ഞാൻ രാത്രി കിടത്തുമ്പോൾ തന്നെ നല്ലപോലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് കിടത്തിയിട്ടുണ്ടായത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്.
കരിപ്പൂർ എയർപോർട്ടാണ്. അങ്ങനെ അധികം ദൂരമൊന്നുമില്ല, നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ എയർപോർട്ടിലെത്തി. അപ്പം ഭയങ്കര സന്തോഷമുണ്ടായിന് കേട്ടോ, കാരണം നമ്മൾ കുറേ കാത്തിരുന്നത് ഇനി ഈ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്. എങ്ങോട്ടെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയട്ടോ, അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. പിന്നെ നമ്മളെ ലഗേജ് അത്യാവശ്യം ഉണ്ടായിന് കേട്ടോ. 3 പെട്ടി ഉണ്ടായിന്, ഒരു സ്ട്രോളർ ഉണ്ട്, പിന്നെ ഒരു ട്രോളി ബാഗ് ഉണ്ട്, ഒരു ബാഗ്, പിന്നെ എൻ്റെ നോയിൻ്റെ ഫുഡാക്കിയിട്ടുള്ള ബാഗുകൾ, അങ്ങനെ കുറേ സാധനം ഉണ്ടായിന്. അപ്പം നമുക്കിങ്ങനെ 2 ട്രോളി തന്നെ എടുക്കേണ്ടി വന്ന്. പിന്നെ നോയിൻ്റെ സ്ട്രോളറും ഉണ്ട്. എല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണില്ലേനി കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് ഇങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കും, അവരുടെ ഹെൽപ്പ് എടുത്ത്. അതുകൊണ്ട് നല്ല സുഖമായി, പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ലേനി. ഞാനും അനീസ്ക്കും അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കേനു. ഓരാണ് ഫുൾ ലഗേജിൻ്റെ വെയിറ്റ് നോക്കലും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ബേബീസൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു സർവീസ് എടുക്കുന്നത് നന്നാവും. ഇതങ്ങനെ അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, ഇവരുടെ സർവീസിന് അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഒരു ബാഗിൽ വെയിറ്റ് കൂടിയിട്ട് അതെല്ലാം ക്ലിയർ ആക്കിയത് അവർ തന്നെയാണ് കേട്ടോ. നമുക്കൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല, ഇങ്ങനെ ഇരിക്കുക, റിലാക്സ് ചെയ്തിട്ടിരിക്കുക. സത്യം പറയുകയാണെങ്കിൽ 3 മണിക്കൂർ മുന്നേ വരുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് കുറേ സമയം ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും നേരെ ഒരുപാടായിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് വരുന്നത് റിയാദിലേക്കാണ്. ഫ്ലൈനാസിനാണ് കേട്ടോ പോണത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നോ എണീറ്റണേ. പിന്നെ ഞാനും എൻ്റെ ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രഷ് ആക്കിയിട്ടുണ്ട്. ഡ്രസ്സ് ഞാൻ മാറ്റാൻ നിന്നില്ല, ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിലേക്ക് കയറുന്ന ആ ഒരു സമയം മാറ്റാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി കേട്ടോ. അപ്പോൾ നോ ഭയങ്കര എക്സൈറ്റഡ് ആയിന്, ഇങ്ങനെ ഈ വിൻഡോസൊക്കെ കണ്ടപ്പം അതും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര രസമായിരുന്നു, ചിരിച്ച് കഴിച്ചൊക്കെ ഇങ്ങനെ നിൽക്കാനായിട്ട് തുടങ്ങിയിനി. പിന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു ഇവനായിട്ട് പോകുമ്പം, കാരണം ഇവനിപ്പോൾ കുറച്ചൊരു ക്രാങ്കി മൂഡാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരച്ചിലൊക്കെ തുടങ്ങും. എന്നാലും ആൾ നല്ലോണം ഉറങ്ങിയിരുന്നു കേട്ടോ ഫ്ലൈറ്റിൽ നിന്ന്. പിന്നെ നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ തമീസും ഫൂലിയും ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അനീസ്ക്കൊക്കെ പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതും. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഭയങ്കര ഉപ്പേനു ഇതിൽ, നമുക്ക് കഴിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിന്. പക്ഷേ പൈസ കൊടുത്തതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെയോ കഴിച്ച്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ അതും കൂടെ ഇനി കെട്ടിപ്പോയി കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേന്, അല്ലെങ്കിൽ നല്ലോണം ലഗേജ് ഉണ്ട് കയ്യിൽ. അപ്പോൾ അതും കൂടെ ആകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ, അങ്ങനെ ഓർഡർ ചെയ്തതാണ്. പക്ഷേ വേണ്ടാന്ന് തോന്നിപ്പോയിട്ടോ, അത്രയും ടേസ്റ്റ് ഇല്ലേനി. അനീസ്കൻ്റെത് കുഴപ്പമില്ലേനു, എൻ്റെ ഇതിൽ ഭയങ്കര ഉപ്പായിട്ടേനി ഉണ്ടായിനത്. പിന്നെ ഞങ്ങളെ തൊട്ടടുത്ത് വേറൊരു സീറ്റ് അവർ എടുത്തിട്ടില്ലേനി കേട്ടോ, ഒരു ബേബിയേനു അവിടെയും. അപ്പം ആ കുട്ടി ഉമ്മൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കേനെ, അതുകൊണ്ട് നമുക്കൊരു സീറ്റ് ഇങ്ങനെ ഒഴിവായിട്ട് കിട്ടി. അപ്പം നോയിനെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുത്തിയിട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സ്നാക്സൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ഇവനക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ബേബീസിന് കഴിക്കാൻ പറ്റുന്ന സ്നാക്ക് ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ടുണ്ടേനി. അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാനൊരു കുറുക്ക് ഉണ്ടാക്കിയിട്ട് കയ്യിൽ വെക്കുകയും ചെയ്തേനു, ഇനി കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കുറുക്ക് അവൻ തീരെ കഴിച്ചിട്ടില്ലേനി കേട്ടോ. നമ്മൾ ഫുഡൊന്നും എന്തെങ്കിലുമൊക്കെ കഴിക്കുമെന്ന് വിചാരിച്ച് കൊടുത്തു നോക്കി, പക്ഷെ ഒന്നും കുട്ടിക്ക് പറ്റുന്നില്ലേനി. ആകെ പാല് മാത്രമാണ് ഇവൻ കുടിച്ചിട്ടുണ്ടായത്. പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴൊക്കെ ബേബീസിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞേനു. എൻ്റെ മോൻ ആ സമയത്തൊക്കെ ഉറങ്ങിയേനു കേട്ടോ. എന്നാലും വലിയ തരക്കേടൊന്നുമില്ലേനി, കാരണം ഇവർക്ക് ചെവി വേദന വരുമല്ലോ ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്ന ആ ഒരു പ്രഷർ കാരണം. പക്ഷെ വലിയ സീനൊന്നും ഇല്ലേനി നോയിന്. അങ്ങനെ ഞങ്ങൾ റിയാദിലെത്തി. റിയാദിൽ നിന്ന് ആദ്യം തന്നെ ഓടിപ്പോയത് ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ. അങ്ങനെ നോയിനെ ഫ്രഷാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലൈറ്റ് ഇങ്ങനെ റിയാദിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എയർപോർട്ടൊക്കെ കാണുമല്ലോ, അപ്പോഴേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം റിയാദ് എനിക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജിയാണ്. ഞാനിവിടെ പഠിച്ചിട്ടുണ്ട്, എൻ്റെ 5th മുതൽ 9th വരെ ഞാനിവിടെയാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ആ പഴയ മെമ്മറീസൊക്കെ എങ്ങനെ മനസ്സിലേക്ക് വരുന്നു, അന്ന് എൻ്റെ അനിയന്മാരെയൊക്കെ കൂടെ ഇങ്ങോട്ട് വരുന്നതും ഫസ്റ്റായിട്ട് ഫ്ലൈറ്റ് ഇറങ്ങിയതും ഒക്കെ. ആദ്യമായിട്ട് നമ്മൾ ഫ്ലൈറ്റ് കയറുന്നത് റിയാദിലേക്കുള്ളതേനി കേട്ടോ. അപ്പോൾ ആ ഒരു മെമ്മറീസൊക്കെ ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഇങ്ങനെ എല്ലാം കാണാൻ പറ്റിയപ്പം. പക്ഷേ നമുക്ക് അവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ, കാരണം കണക്ഷനല്ലേ. അടുത്ത ഫ്ലൈറ്റിലേക്ക് പോകാൻ തന്നെ ഉണ്ട് ഒരുപാട് നേരം. ഞങ്ങളിപ്പോൾ ഇത് അടുത്ത ടെർമിനലിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഇവിടെ റിയാദ് എയർപോർട്ട് ഏറ്റവും വലുതാണല്ലോ. അപ്പം ഞങ്ങൾക്ക് 3 മണിക്കൂറിന് കണക്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് ചെക്ക് ഇൻ ചെയ്യുന്നതിൻ്റെ അരമണിക്കൂർ മുന്നെയാണ് അടുത്ത ടെർമിനലിലെത്തിയത്. അപ്പം അത്രയും ലോങ് ആണ്. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു 3 മണിക്കൂറിൽ താഴെയാണ് നമ്മളെ കണക്ഷൻ എന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് മിസ്സായി പോവും. അങ്ങനെയായിരുന്നു ഞങ്ങളെ കഥ ഉണ്ടായിരുന്നത്. പിന്നെ നോയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയം വരെ ആൾ നല്ലോണം ഉറങ്ങും കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ജഗപ്പൊക്കെ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് കുട്ടി നീക്കും. എന്നിട്ട് പിന്നെ കരച്ചിൽ തന്നെയിനി. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നിങ്ങനെ സെറ്റിലാവുന്നവരെ ആളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ബേബി ഇങ്ങനെ കരയുമ്പോൾ തന്നെ നമുക്കൊരു ഇടങ്ങേറാണല്ലോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ എത്തിക്കുന്നത്.
പിന്നെ റിയാദിൽ നിന്ന് ഞാൻ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ടോ. കാരണം ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കൊടുത്തപ്പം നോയിൻ്റെ മേത്തൊക്കെ ആക്കിയിട്ടുണ്ടേനി. എനിക്ക് ഉറപ്പേനും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എക്സ്ട്രാ പെയർ ഡ്രസ്സ് കയ്യിൽ കരുതിയിട്ടുണ്ടേനി. പിന്നെ താ ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ കണക്ഷൻ ഫ്ലൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ബേബീസ് ഉണ്ടാകുമ്പം നമ്മൾ കണക്ഷൻ എടുക്കാതൊക്കെയാണ് നല്ലത്. ഞങ്ങൾക്ക് വേറെ ഇങ്ങനെ ഡയറക്റ്റായിട്ടുള്ളത് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കണക്ഷൻ എടുത്തത്. ഇനി ഒരിക്കലും കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കില്ല എന്ന് വിചാരിച്ചിട്ടോ. അത്രയും ഇടങ്ങേറായിക്കുന്നു ഞങ്ങൾ. ഈ ഒരു നമ്മളെ ഹാൻഡ് ബാഗേജും ബേബിനെയും എല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടേനി. പിന്നെ ഈ ഫ്ലൈറ്റിലും നേരത്തെ പോലെ തന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു സീറ്റ് കാലിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ 3 സീറ്റായിട്ട് കിട്ടി. പിന്നെ ഇതൊരു കുഞ്ഞ് ഫ്ലൈറ്റ് ആണ് കേട്ടോ, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായത്. അങ്ങനെ തന്നെ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ജിദ്ദ എയർപോർട്ടിലാണ് കേട്ടോ ഇറങ്ങിയത്. നമ്മൾ ഇവിടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്കാണ് വന്നത്, മക്കയിലേക്ക്. നോഹ ആവണേൻ്റെ മുന്നേ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു കേട്ടോ, കുട്ടികളില്ലാത്ത ആ ഒരു സമയത്ത് ഒരു ബേബിയെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ബേബിനെയും കൂട്ടിയിട്ട് ഉംറ ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ടേനി. അപ്പോഴാണ് ഇപ്പം ഇങ്ങനെ ഫാമിലി വിസ കിട്ടുമെന്നൊക്കെ അറിഞ്ഞത്. അപ്പം ഒന്നും നോക്കിയില്ല, വേഗം വിസ എടുത്ത് അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങളിതാ ഉപ്പൻ്റെയും ഉമ്മാൻ്റെയും അടുത്തെത്തിക്കുന്നത്. ഉപ്പയമ്മയും പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ സൗദിയിലേക്ക് വന്നേനു കേട്ടോ. അപ്പോൾ അന്നൊക്കെ നോയിന് ആരും തൊടാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല, ഉമ്മക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനേനി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പക്കൊന്നും വല്ലാതെ പുന്നാരിക്കാൻ കിട്ടിയിട്ടില്ലേനി ആ ഒരു സമയത്ത്. അങ്ങനെ നോയിതാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടേനി കേട്ടോ ഉപ്പനെ. ഉപ്പ എപ്പോഴും വീഡിയോ കോൾ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ പരിചയക്കുറവൊന്നുമില്ലേനി, എന്നാലും ഈ ഫോണിൽ കാണുന്ന ആളെന്താ അവിടെ എന്നുള്ള നിലക്ക് അങ്ങനെ നോക്കുന്നുണ്ടേനി. പിന്നെ ഉപ്പയമ്മയും ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അൽബേക്കും ലബനും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നീനു കേട്ടോ. അങ്ങനെ കാറിലിരുന്നിട്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. കാരണം ആ ഒരു റിയാദിൽ നിന്ന് വിട്ടതിന് ശേഷം പിന്നെ ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായില്ല, നല്ലോണം വിശക്കുന്നുണ്ടേനി കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ മക്കത്ത് എത്തിക്കുന്നത്. ജിദ്ദയിൽ നിന്ന് മക്കത്തേക്ക് ഏകദേശം ഒരു മണിക്കൂറിന് മേലെ യാത്ര ഉണ്ട്. എന്നാലും അൽഹംദുലില്ലാ ഇടങ്ങേറൊന്നുമില്ലാതെ എത്തിയാണ്. ഞാൻ ആദ്യം ഉപ്പക്ക് ജോലി ഇവിടെ ആയിരുന്ന സമയത്ത് മക്കയിലും നിൽക്കുന്നു കേട്ടോ. ഞങ്ങൾ 10th വെക്കേഷനൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം 10 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും മക്കയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ക്ലോക്ക് ടവറൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിന്. പെട്ടെന്ന് തന്നെ ഹറമിലേക്ക് പോകണമെന്ന് തോന്നിയിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഒരു റൂം വരുന്നത് ഹറമിൻ്റെ അടുത്ത് തന്നെ, നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നടക്കാനുണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും നമുക്ക് എപ്പോഴും പോയി വരാൻ പറ്റുന്ന സ്ഥലത്താണ്. അങ്ങനെ ഇതാ ഞങ്ങൾ റൂം എത്തിയിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ റൂമിൻ്റെ ഗേറ്റ്. എൻ്റെ ഉപ്പൻ്റെ ഓഫീസും ഈ ഒരു റൂമിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പോയി വരാനൊന്നും ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഇതാണ് ഞങ്ങളെ റൂം. ഇൻഷാ അല്ലാ റൂം ടൂറൊക്കെ ഞാൻ വൈകാതെ തന്നെ ചെയ്യാം കേട്ടോ. അനീസ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആൾക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ ഇങ്ങനെ ഇവിടുത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല സന്തോഷം ഉണ്ടായിനി. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാനിനി അടുത്ത വീഡിയോയിലായിട്ട് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്